ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റിയായിരിക്കും. ഇതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ നടേണ്ട രീതിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മുടെ എല്ലാം പൂന്തോട്ടത്തിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഉറപ്പായിട്ടും കാണും. ഇതിൻ്റെ ഒരു പേര്, ഈ ഒരു ഡെവിൾസ് ബാക്ക് ബോൺ എന്ന പേര് വരാനുള്ള മെയിൻ കാരണം ഈ ചെടിയുടെ ഒരു സ്ട്രക്ചർ കാരണമാണ്. ഞാൻ ഈ ചെടി നട്ടേക്കുന്നത് ഇച്ചിരി ലൂസായിട്ടുള്ള മണ്ണിലാണ്. അതായത് മണ്ണും മണലും ചാണകപ്പൊടിയും. ഇതാണ് ഞാൻ ഈ ചെടി നടാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന മിക്സ്ചർ. അധികം വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ലൂസായിട്ടുള്ള മണ്ണിൽ നടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ചെടി തറയിലും അതുപോലെ തന്നെ ചട്ടിയിലും നമുക്ക് നടാൻ സാധിക്കും. തറയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കിളിക്കും. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന കാര്യം കുറച്ച് പാടായിരിക്കും. അതുമല്ല, നമ്മുടെ ചട്ടിയിൽ നടുന്നതിൻ്റെ അത്രയും ഒരു ഭംഗിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇല്ലാത്തൊരു പിക്ചർ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചട്ടിയിൽ വരുമ്പോഴത്തേന് കൂട്ടുമായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് കിളിച്ച് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ആവരുത്. അതിൻ്റെ മുമ്പേ നമ്മൾ വെട്ടി വൃത്തിയാക്കി നിർത്തണം. ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൺലൈറ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോകാനും പാടില്ല, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം ഇതിനകത്ത് സൺലൈറ്റ് കിട്ടാൻ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇലയൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞിക്കും, പൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചെടിക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മൂട്ടിൽ ആ ഒരു മണ്ണ് ഡ്രൈ ആയിട്ട് വരുമ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്നതിൻ്റെ കൂട്ട് ഒരു സ്റ്റെം എടുക്കുക, അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അടുത്ത ഇത് നമുക്ക് ആയി കിട്ടും. ഇത് ഒന്ന് മുളപ്പിച്ചിട്ട് നട്ടാലും മതി, വെള്ളത്തിലിട്ട് ഒന്ന് വേര് പിടിപ്പിച്ചിട്ട് നട്ടാലും മതിയാവും. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ചെടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കിളിച്ച് വരാൻ, അതിൻ്റെ വേരൊക്കെ ഒന്ന് മുളച്ച് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. എന്നാലും നമുക്കിത് വലിയ കെയർ ഒന്നും വേണ്ടാതെ നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് ആർക്കും വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് ലിക്വിഡ് വരും. ആ ലിക്വിഡ് സെൻസിറ്റീവായിട്ട് സ്കിന്നൊക്കെ ഉള്ളവർക്ക് അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ചെറിയ പോയിസൺ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലോ ഒന്നും പെടാത്ത രീതിയിൽ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. പലരും ഈ ചെടി ഹാങ് ചെയ്ത് ഇടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഈ ചെടിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കാം. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നടാൻ വേണ്ടി ഏറ്റവും നല്ലത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ഷേപ്പുള്ള ഒരു പോട്ടാണ്. ഞാൻ റൗണ്ട് ഷേപ്പുള്ള പോട്ടിൽ നട്ട് നോക്കി, പക്ഷേ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എവിടെയോ ഒരു ഒത്തൊരുമയില്ലായ്മ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ബോക്സ് ഉണ്ടാക്കി ഇതിൽ വെച്ചത്. വലിയ വളമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതിനെപ്പറ്റി ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്.